അപ്പോഴേ രാവിലെ തന്നെ 2 പേരും കുളിച്ചാണ്ട് അത്തപ്പം ഇടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഓണമായതുകൊണ്ട് രാവിലെ സ്കൂളില്ലെങ്കിലും രാവിലെ എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര ഉത്സാഹമാണ്. കാരണം അത്തപ്പം ഇടാമല്ലോ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്തപ്പം ഇടുന്നത് കേട്ടോ. 2 പേരുടെ തന്നെ നമ്മുടെ സഹായമൊന്നും വേണ്ട. കൂട്ടിന് വെകളിപ്പിങ്കും ഉണ്ട് കേട്ടോ. സാധാരണ എല്ലാം നശിപ്പിക്കുന്ന കൂട്ടത്തില്ല ഈ പിങ്കു. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ അടക്കി ഒതുക്കി ഇരുത്തിയേക്കുക. എല്ലാം ഒന്ന് നശിപ്പിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ അത്തപ്പൂവിനകത്ത് എന്തായാലും കയറി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇന്നലെയും ചെയ്തില്ല. ഇന്നലെ ഇതുപോലെ തുറന്നു വിട്ടവളൊന്നും അത്തപ്പൂ ഒന്നും നശിപ്പിക്കില്ല കേട്ടോ. വന്നൊന്ന് നോക്കി എല്ലാം ഓക്കെ അതൊന്ന് നോക്കിയിട്ട് അങ്ങ് പോത്തേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനവും നശിപ്പില്ല കേട്ടോ. അത്തപ്പൂ ഇടാനും കൂട്ടാക്കാത്തതിനായിരുന്നു തോന്നുന്നു കയറിയിരിക്കുന്നത്. അത്തപ്പൂവിൻ്റെ പൂവൊക്കെ ഒന്ന് എടുക്കാനൊക്കെ ഒന്ന് വന്നായിരുന്നു. അപ്പം ഞാനൊന്ന് ഓടിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ വിണക്കമായിരിക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ 2 കൊല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഏത്തക്കൊല. അപ്പം ഇന്ന് അത് തന്നെ റെഡിയാക്കണം. അപ്പോൾ ഇന്ന് ആകപ്പാടെ ജോലിയാണ്. നാളത്തേക്ക് വെച്ചിരുന്നത് ഇത് പഴുത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ലച്ചുവിന് ഇന്ന് അവധിയാണെങ്കിലും നാളെയാണ് അവർക്ക്, നാളെ സ്കൂൾ അടയ്ക്കുന്ന ദിവസം നാളെയാണ്. നാളെ അവർക്ക് ഓണ പ്രോഗ്രാമാണ്. അപ്പോൾ ഹൗസ് വൈസ് തിരുവാതിരയുണ്ട് കേട്ടോ, കോമ്പറ്റീഷനാണ്. അപ്പം അവർക്കില്ല 6 ദിവസം ഇടയ്ക്ക് അവധി കിട്ടിയുണ്ട് തന്നെ അവർക്ക് പ്രാക്ടീസിനൊന്നും വലിയ സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഉച്ചവരെ സ്കൂളിലൊക്കെ ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. അപ്പോൾ 1 മണി വരെ പ്രാക്ടീസ്. അങ്ങനെ ലച്ചുവിനെ കൊണ്ടുവിട്ടേച്ച് വന്ന് ഞാൻ അവിടെ കയ്യോടെ ചോറ് ഞാൻ വെച്ചിട്ടായിരുന്നു പോയി നമ്മുടെ മിക്കുവിനും ഒക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ അയിലയുടെ തല ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് ഞാൻ അതുകൂടെ ഇന്ന് അവർക്ക് ചോറിന് ഇന്നത് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നും ചിക്കൻ കറി അവർ കഴിക്കത്തില്ല കേട്ടോ. അപ്പം ബെല്ലയ്ക്ക് ചോറ് കൊണ്ട് കൊടുത്തപ്പം കണ്ടോ പൂച്ച കരഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ വന്നേ. അതിനെന്താ, സാധാരണ ഞാൻ 2 കൂടെ ഒരുമിച്ചാണ് ചോറ് എടുത്തുകൊണ്ട് പോകുന്നത്. ഇന്ന് എൻ്റെ കയ്യിൽ ഫോൺ ഇരുന്നുണ്ട്. ആദ്യം ബെല്ലയ്ക്ക് കൊടുത്തു, പിന്നെ ഇവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ താണ്ട് പൂച്ച വന്ന് ചോദിക്കുകയാണ് അവിടെ ചോറ്. അപ്പം ഞാൻ അതിന് കുഞ്ഞ് വന്നില്ല, തള്ള പൂച്ചയും കൂടെ ചോറ് തിന്നാണ്. അങ്ങനെ താണ്ട മിക്കുവിനും ഒക്കെ കൊടുക്കണം. പിങ്കു ആണെങ്കിൽ എപ്പോൾ ആണെങ്കിൽ ചോറ് കൊടുക്കാൻ വേണ്ടി കൂട് തുറന്നാലും പിങ്കു ഇതുപോലെ ഇറങ്ങി അങ്ങ് ഓടും കേട്ടോ. എന്തിനാണെന്നറിയാമോ, ആ പൂച്ച ഓടിക്കാൻ വേണ്ടിയിട്ടാണ്, ചോറ് ഇരുന്ന് പൂച്ച ഓടിക്കാൻ വേണ്ടി. എത്ര പറഞ്ഞാലും അവൾ കേൾക്കത്തുമില്ല. അവൾ എന്തായാലും ഇറങ്ങി ഒന്ന് ഓടിച്ചേച്ചേ വരൂ. എന്തായാലും പോയിട്ട് വട്ടെന്ന് വിചാരിച്ചു. പൂച്ചയൊക്കെ കുഴപ്പമൊന്നുമില്ല. പൂച്ച അങ്ങോട്ടൊന്ന് മാറിയിരിക്കും, ഗേറ്റിൻ്റെ അപ്പുറത്ത് പോയിരിക്കും. പിങ്കു അങ്ങ് വന്നു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്ന് ചോറുമ്പോൾ അതൊന്നും പ്രശ്നമില്ല. ഇതിവിടെ സ്ഥിരമുള്ളതാണ്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് തള്ള പുളിരസം വെച്ചിട്ടുണ്ട്. പിന്നെ കിഴങ്ങും ഉള്ളിയും കൂട്ടിയിട്ടൊരു മെഴുക്കുവരട്ടിയും വെച്ച്, പിന്നെ അയില തേങ്ങ അരച്ച് കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മ കടയിൽ നിന്ന് വന്നതിന് ശേഷം ഞാനും അമ്മയും കൂടെ ചിപ്സ് എല്ലാം റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത്